നല്ല അച്ചടക്കവും കൂട്ടായ്മയും സംഘശേഷിയും ഒക്കെ പ്രകടിപ്പിക്കുന്ന നല്ല റാലിയാണ്. തൊഴിലാളി ആ ജാഥ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നുള്ള തോന്നലെന്ന് മനസ്സിലാക്കി. എല്ലാ വിഭാഗം ജനങ്ങളും മതത്തിൻ്റെയും ജാതിയുടെയും അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് എല്ലാ മതത്തിൽപ്പെട്ട വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും പക്ഷേ ഉണ്ടായിരിക്കാം, അവരൊക്കെ അണിനിരന്നൊരു ജാഥ. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് കനത്ത മറുപടിയാണ് നിങ്ങൾ കൊടുത്തത്. ഞങ്ങളുടെ ജോലി വളരെയേറെ കുറഞ്ഞു എന്നതാണ് സത്യം. നിങ്ങൾ ഈ സമ്മേളനം നടത്തിയ കാലഘട്ടം അതാണ് ഏറ്റവും ഉചിതമായ കാലഘട്ടം. ഇന്ത്യ ജനസമൂഹം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടം. എല്ലാ നിലയിലും പ്രത്യേകിച്ച് തൊഴിലാളി വർഗമാണ് എല്ലാ കെടുകാര്യസ്ഥതയുടെയും അനന്തരഫലം ഏറ്റവും പ്രകടമായ രീതിയിൽ അനുഭവിക്കേണ്ടി വരിക. മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും ആശ്വാസങ്ങളുണ്ടാവും, ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവും. പക്ഷെ തൊഴിലാളി വർഗത്തിന് അന്നന്ന് അധ്വാനിച്ച് അന്നന്ന് ജീവിക്കണം. അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ നെറുകേടുകളും കെടുകാര്യസ്ഥതയും ഭരണവൈകല്യങ്ങളുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ മനുഷ്യർ ഇന്ത്യ രാജ്യത്ത് അതിൻ്റെ വൈസ്ഫുരണങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും ദുരനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമല്ല, പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടിരിക്കുന്നത്. എന്ത് എങ്ങനെ എവിടെ എത്തും എന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ. എല്ലാ തരം കെടുകാര്യസ്ഥതയും ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് നമ്മുടെ ഭരണഘടനയിലാണ്. ആ ഭരണഘടനയ്ക്ക് യാതൊരു അർത്ഥവുമില്ലാത്ത രൂപത്തിൽ നിലയും കൽപ്പിക്കാതെ പ്രസക്തി നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്നതാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് നിയമനിർമ്മാണത്തിൽ തുല്യത. ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ മറ്റെന്തിൻ്റെയും പേരിൽ നിയമ മേഖലയിൽ തുല്യത, വിവേചനം ഉണ്ടാകുന്നത്. ഇക്വാലിറ്റി ബിഫോർ ലോ, അതാണ് ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം. അതാണിപ്പോൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി. ആരും ചോദിച്ചില്ല. അത് നിലനിർത്താൻ, ആ ഭരണഘടനാ തത്വങ്ങൾ നിലനിർത്താൻ ബാധ്യസ്ഥമായ ഭരണകൂടങ്ങളാണ് നിരന്തരമായി ആ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ദുസ്ഥിതി കാണുന്നത് നിങ്ങൾക്കറിയാം. രണ്ട് നിയമങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുക. ഒന്ന് നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം. ആ പൗരത്വ നിയമ ഭേദഗതിയിൽ എന്താ പറയുന്നത്? നമ്മളെന്തിനാ സിആറിനെ ഇതിനെ എതിർത്തത്? ഒരുപാട് കാലം സമരം ചെയ്തത്, സുപ്രീം കോടതിയിൽ നമ്മുടെ കേസ് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നിയമത്തിന് മുമ്പിൽ ലഭിക്കേണ്ടുന്ന തുല്യത ലഭിച്ചില്ല. മതത്തിൻ്റെ പേരിൽ വിവേചനം ഉണ്ടായി എന്നതിൻ്റെ പേരിലാണ് ഭരണഘടനാ സാധ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടി സുപ്രീം കോടതിയിൽ പോയത്. നമ്മളൊക്കെ കേരളത്തിലും പുറത്തും ഡൽഹിയിലുമൊക്കെ അടക്കം മാസങ്ങളോളം സമരത്തിൽ നിന്നിട്ടുണ്ടായി. എന്താ നിയമം പറയുന്നത്? ഇന്ത്യയിലേക്ക് അയൽ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിപ്പാർത്ത ജനങ്ങളിൽ, അയൽ രാജ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, സിക്കിം, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർത്ത ജനങ്ങളിൽ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, പാർസികൾ, ജൈനർ, ബൗദ്ധർ, ക്രിസ്ത്യാനികൾ, ഈ 6 വിഭാഗം ജനങ്ങൾക്ക് ഇന്ത്യയുടെ പൗരത്വം കൊടുക്കാം എന്നതാണ് ഈ നിയമം. കേട്ടപ്പോൾ മനസ്സിലായല്ലോ എന്താ നിയമത്തിന്റെ അർത്ഥം? അയൽ രാജ്യങ്ങളിൽ നിന്ന്
കുടിയേറി പാർത്ത മുസ്ലിങ്ങൾക്ക് ഓരോരുത്തർ കൊടുക്കാൻ പാടില്ല. അല്ലേ? 6 സമുദായങ്ങളെ എണ്ണി പറഞ്ഞ് അവർക്ക് കൊടുക്കാം എന്നൊരു നിയമം ഉണ്ടാക്കുന്നത്. അതിൽ പെടാത്ത ലോകത്തെ ഏക സമുദായം മുസ്ലിം സമുദായം. അപ്പോൾ മുസ്ലിം സമുദായങ്ങൾക്ക് ഓരോരുത്തർ കൊടുക്കുന്നതിനെ നിഷേധിക്കുന്ന, എതിർക്കുന്ന, ഇല്ലാതാക്കുന്ന പാർലമെന്റിൽ പോകാനോട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് മുസ്ലിങ്ങൾക്ക് അവകാശം. ഇവിടെ ബീറ്റാഗണം കൂടുതലുണ്ട് എന്നതാണ്. ഈ സദസ്സ് ആൽഫാഗണത്തിനാണുള്ളത്. നിങ്ങൾ ബീറ്റാഗണം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് പ്രസംഗം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂവോ കായോ തണ്ടോ ഒന്നുമല്ല പ്രധാനം, വേരാണ് പ്രധാനം. വേരിന് കരുത്തുണ്ടെങ്കിൽ, വേര് നല്ല ആഴമുണ്ടെങ്കിൽ നല്ല പൂവും നല്ല കായും നല്ല ഫലവും അത് പ്രദാനം ചെയ്യുന്നു. ഈ കോഴിക്കോട് പട്ടണത്തെ നീരയിൽ മുക്കി ഏത് കൊടുങ്കാറ്റടിച്ചാലും ആടി ഉലയാത്ത വിധം വേരുകൾ താഴത്തിലിറക്കിയ എസ്ടിവിൻ്റെ മഹാസമ്മേളനത്തിന് ശേഷമുള്ള ഒരു പ്രതിനിധി സംഗമത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ നാലാളുകൾ കൂടി സംസാരിക്കുമ്പോൾ അന്താരാഷ്ട്ര വിഷയം പറഞ്ഞു, അതല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ സംസാരങ്ങളൊക്കെ ഏതാണ്ട് സാധാരണക്കാർ അവസാനിപ്പിക്കാറുള്ളത് നമ്മൾ തൊഴിൽ ചെയ്താൽ നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ്. നമ്മൾ തൊഴിൽ ചെയ്താൽ നമുക്ക് ജീവിക്കാം. അങ്ങനെയായിരുന്നുവെങ്കിൽ എറണാകുളത്തെ അന്ന സെബാസ്റ്റ്യൻ മഹാരാഷ്ട്രയിൽ ലക്ഷങ്ങൾ ശമ്പളം വായിക്കുന്നതിനിടയിൽ എങ്ങനെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു? ഉയർന്ന പദവിയും ഉന്നത ജോലിയും IT മേഖലയിലുണ്ടായിരുന്നു. അന്ന സെബാസ്റ്റ്യൻ ജോലി സാഹചര്യം, അധികം ജോലിയും അതോടൊപ്പം തന്നെ ഒരു ദിവസം 14 മണിക്കൂറിലേറെ ജോലി ചെയ്യേണ്ടി വന്നു. കഠിന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് എന്ന് ആ കുട്ടിയുടെ മാതാവ് കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ തൊഴിൽ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും, ഈ അടുത്തിടെ റബ്സൺ കമ്പനിയുടെ ഉടമ ഉമേഷ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഉടമ തൻ്റെ സ്ഥാപനത്തിലേക്ക് എഞ്ചിനീയർമാരെ വന്നു. ആഴ്ചയിൽ 80 മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാവണം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു ദിവസം 12 മണിക്കൂറിലേറെ നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാവണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനപ്പുറമായിരിക്കും ഓരോ വ്യക്തിയും തൊഴിലിടങ്ങളിൽ സമയം ചെലവഴിക്കുന്നത്. അവിടെ മാനസിക പിരിമുറുക്കം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ പരമ്പരാഗതമായ ട്രേഡ് യൂണിയൻ രംഗത്ത് നമ്മൾ പിടിമുറുക്കുമ്പോഴും ഞാനിവിടെ സൂചിപ്പിച്ച IT മേഖല തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് അവിടെ മുതലാളിമാർ സംഘടിതരും തൊഴിലാളികൾ അസംഘടിതരുമായി നിൽക്കുന്ന സമയം ഒരു സമ്മേളനം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സോർട്ട് മെത്തേഡാണ്. നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച്, വീക്ക്നെസ്സിനെ കുറിച്ച്, ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച്, ട്രെൻഡിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത്തരം മേഖലയിലേക്ക് നുഴഞ്ഞു കയറാൻ നമുക്ക് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ഇത് STUവിന് മാത്രമല്ല, കേരളത്തിലെ ഇത്തരം മേഖലകളിൽ അവിടെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ഒരു ഘട്ടം, ആ ഘട്ടങ്ങളിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തും നിയമസഹായം നൽകിയും എല്ലാം നമുക്ക് അവിടെ കടന്നു ചെല്ലാൻ ഇത്തരം രാവണ കോട്ടകളിലേക്ക് STUവിന് മുട്ടാൻ കഴിയണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇന്ന് കുടിയേറ്റ തൊഴിലാളികൾ അവരുടെ എണ്ണം 35 ലക്ഷം. കേരളത്തിൽ 13 പേരിൽ ഒരാൾ അതിഥി തൊഴിലാളികളായി മാറുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ദിവസം 2 അതിഥി തൊഴിലാളികളെങ്കിലും മരണപ്പെടുന്നു. അപകട മരണങ്ങൾ, ആത്മഹത്യകൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് പോലും, ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും അത് വാങ്ങിക്കുന്നതിന് വേണ്ടി നാടുകളിൽ നിന്ന് ആളുകൾ വരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ പല മേഖലകളിലും കുടിയേറ്റ തൊഴിലാളികൾ പ്രത്യേകിച്ചും നിർമ്മാണ മേഖലയിൽ പിടിമുറുക്കിയിരിക്കുമ്പോൾ അവരെ അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയേണ്ടി വരികയാണ്. ഇവിടെ സലാം സാഹിബ് അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗത്തിൽ ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കോർപ്പറേറ്റ് മുതലാളിമാർക്കൊപ്പമാണ്. ഇവിടുത്തെ തൊഴിലാളികളെ മറന്നുകൊണ്ട്
ലക്ഷം കോടികൾ അംബാനിമാരുടെ, അദാനിമാരുടെ, നീരവ് മോദിമാരുടെ, ലളിത് മോദിമാരുടെ ലക്ഷം കോടികൾ ബാങ്കുകളിൽ നിന്ന് അവർക്ക് ഇളവ് അനുവദിച്ച് വായ്പകൾ എഴുതി തള്ളുമ്പോൾ പാവം തൊഴിലാളികൾ ലോൺ എടുത്തതിൻ്റെ പേരിൽ അവർക്ക് ജപ്തി നടപടികളായി മുന്നോട്ട് വരുന്ന സമ്പ്രദായമായിരുന്നു ഇന്നലെ വരെ അവർ ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങളെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന വിധം 29ഓളം വരുന്ന നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ലേബർ കോഡ് കൊണ്ടുവരുമ്പോൾ ആ ലേബർ കോഡിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇതുവരെ 100 തൊഴിലാളികൾ, ആ 100 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടണമെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടാവണമെങ്കിൽ ഗവൺമെന്റുമായി ആലോചിക്കണം എന്നുള്ള ആ നിയമത്തെ മറികടന്നുകൊണ്ട് 100 എന്നത് 300 തൊഴിലാളികൾ എന്ന് മാറ്റിമറിക്കുമ്പോൾ അവർക്ക് നോട്ടീസ് നൽകുന്നത് 30 മുതൽ 90 ദിവസത്തിനിടയിൽ നോട്ടീസ് നൽകണം എന്നുണ്ടായിരുന്നുവെങ്കിൽ ഇനി നോട്ടീസ് പോലും നൽകണ്ട എന്ന് പറയുമ്പോൾ STUവിന്റെ സമ്മേളനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ലോകത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ മുഴുവനും 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നാണ് മുദ്രാവാക്യമെങ്കിൽ ലേബർ കോഡിൽ 12 മണിക്കൂർ ജോലി ചെയ്യണം എന്ന് പറയുന്നു. 50-ൽ താഴെ തൊഴിലാളികളുണ്ടെങ്കിൽ അവർ തൊഴിലാളികൾ മാത്രമാണുള്ളതെങ്കിൽ അവർക്ക് യൂണിയൻ പോലും രൂപീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ഇടം നിഷേധിക്കുന്ന ലേബർ കോഡ്, ആ ലേബർ കോഡ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചട്ടം തയ്യാറാക്കി കാത്തിരുന്നത് സഖാവ് പിണറായി വിജയന്റെ LDF ഗവൺമെന്റ് ആണ്. നേരത്തെ സലാംക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവർ PM ശ്രീയിൽ ഒപ്പുവെച്ചു. തെറ്റ് പറയാൻ പറ്റില്ല, കാരണം ശിവൻകുട്ടിയാണ്, കുടുംബശ്രീയുടെ എന്തോ സബ് ഏജൻസിയാണ് എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം PM ശ്രീയിൽ ഒപ്പുവെച്ചതെങ്കിൽ ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യ പുതപ്പിക്കാനും മറുഭാഗത്ത് ലേബർ കോഡ്, ആ ലേബർ കോഡ് നടപ്പിലാക്കി തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പിണറായി മോഡിക്ക് കുട ചൂടിക്കൊടുക്കുമ്പോൾ ഇവർ ഇത്തരം സമീപനം സ്വീകരിച്ചപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ മഞ്ഞക്കാർഡാണ് കേരളത്തിലെ ജനങ്ങൾ കാണിച്ചതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ചുവപ്പ് കാർഡ് കാണിക്കാനുള്ള ആഹ്വാനമാണ് ഇവിടെ നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ സ്കീം തൊഴിലാളികൾ അവർ ഇപ്പോഴും തൊഴിലാളികളായി അംഗീകരിക്കപ്പെടാൻ കഴിയാതെ നിൽക്കുന്ന ഒരു ഘട്ടം. ആശാവർക്കർമാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കിട്ടുന്നത് 230-300 രൂപക്കും താഴെയാണെങ്കിൽ കുറ്റം പറയാനില്ല. സഖാവ് പിണറായി വിജയൻ ചിലരെ തലോടിയിട്ടുണ്ട്. അത് ബലാത്സംഗ കേസിലെ പ്രതികൾ, തടവുകാർ, ജയിലിൽ കഴിയുന്നവർക്കാണ് ഈ ഗവൺമെന്റ് മിനിമം വേതനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അവിടെ 600-625 രൂപയ്ക്ക് കൂലി, 10 വർഷം ജയിലിൽ കിടക്കുന്നവൻ ലക്ഷപ്രഭുവായി പുറത്തേക്കിറങ്ങുകയും 10 വർഷം തെരുവിൽ ജോലി ചെയ്യുന്നവൻ കടക്കാരനായി മാറുകയും ചെയ്യുമ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനുമെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനും 12-ാം തീയതി നിങ്ങൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് അത് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഈ STUവിന്റെ മഹത്തായ പ്രതിനിധി സംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് STU. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലെ സമാദരണീയരായ STUവിന്റെ നേതാക്കന്മാരെ, ഇവിടെ കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. പ്രസംഗത്തിന് ഒട്ടും പ്രസക്തിയില്ലാത്ത സമയത്താണ് ഇപ്പോൾ നമ്മളൊക്കെ ഇരിക്കുന്നത്. വിശപ്പിന്റെ വിളി ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ട്. ഏതായാലും പ്രൗഢോജ്വലമായ ഇന്നലത്തെ നിങ്ങളുടെ സമ്മേളനം, അതിൽ വേദിയിൽ ഒരു ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഇവിടെ പങ്കിടുകയാണ്. ഇന്നിവിടെ ജനപ്രതിനിധി സമ്മേളനം നടക്കുന്നു. തീർച്ചയായും STU എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഇന്ന് ഈ ഭരണകാലത്ത് ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഈ കാലത്ത് നമ്മളൊക്കെ ഇവിടെ ഒന്നിച്ചിരിക്കുന്നുണ്ടല്ലോ. ഈ ഒന്നിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മയാണ് ഈ സംഘടനയുടെ ശക്തി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു സംഘടനയും ശക്തിയോടെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അതുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇന്നലത്തെ പരിപാടിയിൽ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ പോരാട്ടവും വീര്യമാർന്നതാവണം. നമ്മൾ ഇനിയും ഒരുപാട് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടവരാണ്.
ഇതിൽ കൂടുതൽ യുവത്വത്തെ കൂടി നമ്മൾ ഈ ഒരു സംഘടനയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനും തെരുവില് ശക്തി ആർജിച്ച പോരാട്ടം നടത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന്റെ മുന്നണി പോരാളികളായ നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു പരിപാടി ചുരുക്കം ഒരു കടലാസിലോ അല്ലെങ്കിൽ ഫയലുകളിലോ മാത്രം തീർക്കാതെ ഇനിയുള്ള പോരാട്ടങ്ങളുടെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത് എന്നുള്ളത് കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാവട്ടെ നിങ്ങളുടെ ഈ സംഘടനയുടെ ഇന്നത്തെ ഒരു പരിപാടി എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇനിയും വളരെ നല്ല രീതിയിൽ ഊർജ്ജസ്വലമായിട്ട് പോരാട്ട വീര്യത്തോടെ നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കട്ടെ. ഇതിന്റെ എല്ലാ ഭാരതന്മാർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് കരുത്തേകുന്ന ഇവരെ കൂടുതൽ പ്രശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എസ്ടിയുവിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ അതിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ അഭിവാദ്യം ചെയ്യാൻ അവസരം ലഭിച്ചതിന് സർവശക്തനായ നാഥനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സമയം ദീർഘിച്ചു പോകുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകൾ. മഹാനായ KMCD സാഹിബാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഈ സംഘടനയുടെ ചൈത്രയാത്ര ഇന്ന് 69-ലെത്തി നിൽക്കുമ്പോൾ ഒരുപക്ഷെ CD സാഹിബ് എന്ന് പറയുന്ന മഹാനായ നേതാവ് തന്നെയാണ് MSF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഉജ്ജ്വലമായ MSFന്റെ സമ്മേളനം നടക്കുകയുണ്ടായി. STUവിന്റെ സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോൾ മഹാനായ CD സാഹിബ് തുടങ്ങി വെച്ച വിദ്യാർത്ഥി പ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനവും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ രണ്ട് സംഘടനകളായി തിളങ്ങി നിൽക്കുന്നു എന്നത് ഏറെ അഭിമാനമുള്ള കാര്യമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക ഘടകമാണ് STU എന്ന് പറയുന്നത്. MSF എന്ന് പറയുന്നത് തന്നെയാണ്. ഒരുപക്ഷെ പോരാട്ടവും അതിജീവനവും മുന്നേറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന STU നമുക്കറിയാം. കൈവണ്ടി വലിക്കുന്നവൻ്റെയും വൃക്ഷവണ്ടി വലിക്കുന്നവൻ്റെയും പാവപ്പെട്ടവൻ്റെയും പാർട്ടിയായ തൊഴിലാളികളുടെ പാർട്ടിയിൽ നിന്നാണ് മുസ്ലിം ലീഗ് കടന്നു വന്നത്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന നമ്മുടെ കാലത്തെയും ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തപ്പെട്ട നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് കോഴിക്കോട്ടെ പാവപ്പെട്ട തൊഴിലാളികളോട് ഈ സംഘടനയുടെ ഭാഗമായി നിൽക്കാൻ പറയുമ്പോൾ അവർക്ക് കരുത്തായി നിന്നത്, അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് മഹാനായ ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും CHും CD സാഹിബും മറ്റു നേതാക്കന്മാരും കൈവന്ന ഓരോ നേതാക്കന്മാരും കൈപിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് തൊഴിലാളികളായിരുന്നു. തീർച്ചയായും ആ തൊഴിലാളി സമൂഹത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പുതിയ തലമുറകളിലേക്ക് കൈമാറാനുള്ള ഊർജ്ജമായി ഈ സമ്മേളനം മാറട്ടെ. എല്ലാ അർത്ഥത്തിലുള്ള ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ഈ പോരാട്ടത്തിന്റെ പോർമുഖത്ത് നിൽക്കുന്ന, ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാരെ, STUവിന് നേതൃത്വം നൽകുന്ന തൊഴിലാളി സംഘടനയുടെ നേതാക്കന്മാരെ ഉജ്ജ്വലമായ ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകി അവരെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. തൊഴിലവകാശ നിഷേധവും കേരളത്തിന്റെ വികസനവും എന്ന വിഷയമാണ് നമുക്കിവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ അഡ്വക്കേറ്റ് ഷിബു മൈരാൻ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി, അതേപോലെ തന്നെ KM ശബരിനാഥ്, മുൻ MLAയും 3-4 ലക്ഷം ആളുകൾ കേരളത്തിൽ അതിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഒരു സമരത്തിന് ഞാൻ പോയതാണ്. നമ്മൾ വെളിയിൽ നോക്കുമ്പം അവർക്ക് നല്ലതാണ്, അവർക്ക് ദിവസം 1000 കിട്ടുന്നു, 2000 കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കഥയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ഈ കുട്ടികളാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന നമ്മുടെ പാർട്ടിക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സായിട്ടും കേരളത്തിലുണ്ട്. ഇപ്പോഴൊരു അവസ്ഥ എന്താണെന്ന് അറിയുന്നത്, ആദ്യമൊക്കെ നമുക്ക് ഘട്ടത്തിനും ഒട്ടും അനുയോജ്യമല്ലാത്തവരാണ്. അവിടെ പത്രക്കാർ ജില്ലാ ഭാരവാഹികൾ, ജില്ലാ STUവിൻ്റെ ഭാരവാഹികൾ, അത്യന്തം അഭിമാനത്തോടും സന്തോഷത്തോടും സംഘർഷങ്ങളോ സംഘടനകളോ അല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ രാജ്യത്ത് ഏത് ഗവൺമെന്റ് വന്നാലും ഇത് സത്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളത് പറഞ്ഞു